ബാക്ക് ടു വേഗൻ ലേണിംഗ്. അപ്പോൾ ക്ലാസ് 9 മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് വൃത്തങ്ങളുടെ അളവുകളും സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പോൾ ഈ 2 ചാപ്റ്ററിലെയും 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. സോ നമുക്ക് ആദ്യം സർക്കിൾ മെഷേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 4 sectors of equal size are cut off from the 4 corners of a rectangle of sides 6 cm and 4 cm. വശങ്ങൾ 4 cm 6 cm ആയ ചതുരത്തിന്റെ 4 മൂലകളിൽ നിന്നും ഒരേ വലുപ്പമുള്ള 4 വൃത്താംശങ്ങൾ ചിത്രത്തിലേതുപോലെ മുറിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ചതുരത്തിന്റെ വശങ്ങൾ എത്രയാണ് തന്നിരിക്കുന്നത്? 6ഉം 4ഉം. റെഡി? അപ്പോൾ നമുക്ക് ഈ വശങ്ങൾ ഇത്ര എഴുതാം, 6 4 എന്ന് എഴുതാം. അടുത്തത് എന്താണ്? ഇതിന്റെ ഓരോ മൂലയിൽ നിന്നും ഒരേ വലുപ്പത്തിൽ, ഇത് 6ഉം ഇത് 4ഉം. ഇനി ഇതിന്റെ ഓരോ മൂലയിൽ നിന്നും ഒരേ വലുപ്പത്തിലുള്ള 4 സെക്ടേഴ്സ് വൃത്താംശങ്ങൾ മുറിച്ചെടുത്തു. അപ്പൊ ഇതാ നോക്കൂ, ഈ ടോട്ടൽ ലെങ്ത് 4 ആണ്. ഇതിന്റെ പകുതിയല്ലേ ഈ കാണുന്ന ലെങ്ത് വന്നിട്ടുള്ളത്. സോ ഈ വൃത്താംശത്തിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 4ന്റെ പകുതി വരുന്നു, 2 വരുന്നു. അതുപോലെ ഇത് 2 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 2, ഇത് 2. അപ്പൊ നമുക്കൊരു കാര്യം കിട്ടി, ഈ വൃത്താംശത്തിന്റെ ഒരുപോലെയുള്ള ഈ 4 വൃത്താംശത്തിന്റെ ആരം എത്രയാണ്? 2 ആണ്, അതായത് 2 സെന്റിമീറ്റർ ആണ്. ഇനി നോക്കൂ, ഈ ആദ്യം തന്നിരിക്കുന്ന ഈ ഫിഗർ ഒരു ചതുരമാണ് അല്ലേ. സോ ഈ ആംഗിൾ 90 വരും, 90 വരും. അപ്പോ ഒരു വൃത്താംശം എന്താണ്? ഒരു വൃത്താംശം ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ഒരു വൃത്താംശം ഉണ്ടാവുക. ഇതിന്റെ റേഡിയസ്, ആരം എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററും ഇത് 90 ഡിഗ്രിയും. അപ്പോൾ ഇതുപോലത്തെ 4 വൃത്താംശങ്ങളുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ഇതുപോലത്തെ 4 വൃത്താംശങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ എന്തായിട്ട് മാറും? ഇതൊരു കംപ്ലീറ്റ് സർക്കിൾ ആയിട്ട് മാറില്ലേ? അപ്പോൾ ഒരുപോലത്തെ 4 വൃത്താംശം, ഈ 4 വൃത്താംശത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരു വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ 90 ആണ്. അപ്പൊ ഈ 4 എണ്ണം കൂടെ ചേർത്ത് വെച്ചാൽ ഇതെന്തായി? ഒരു കംപ്ലീറ്റ് സർക്കിൾ ആയിട്ട് മാറി. ഇനി കേന്ദ്രകോൺ 90 അല്ല, 60 എങ്ങാനുമാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? 4 എണ്ണം ചേർത്ത് വെച്ചാൽ ഒരു കംപ്ലീറ്റ് സർക്കിൾ ആവില്ല. അപ്പൊ കേന്ദ്രകോൺ 60 ആയിട്ടുള്ള എത്ര എണ്ണം ചേർത്ത് വെക്കേണ്ടി വരും? 6 എണ്ണം ചേർത്ത് വെക്കേണ്ടി വരും. അപ്പോഴല്ലേ 360 എന്നുള്ള കോൺ ആവുള്ളൂ. അപ്പോൾ ഇവിടെ കേന്ദ്രകോൺ 90 ആയതുകൊണ്ട് ഇങ്ങനത്തെ 4 എണ്ണം ചേർത്ത് വെച്ചാൽ ഒരു കംപ്ലീറ്റ് സർക്കിൾ ആവും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ 4 സെക്ടേഴ്സ്? ഈ 4 വൃത്താംശങ്ങളുടെയും ആകെ ഏരിയ, ആകെ പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ 4 എണ്ണം കൂടെ ചേർത്ത് വെച്ചാൽ ഒരു കംപ്ലീറ്റ് സർക്കിൾ ആവും. സോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വൃത്തത്തിന്റെ ഏരിയ എന്താണ്? സർക്കിളിന്റെ ഏരിയ ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് ഇവിടെ 2 ആണ്, 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പൈ എന്ന് വന്നു, 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓടിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വൃത്താംശത്തിന്റെ ഏരിയ കാണുക. ഓക്കെ, വൃത്താംശത്തിന്റെ ഏരിയ കാണാൻ അറിയാം. എന്താണ്? പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. എക്സിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഈ ഒരു കേന്ദ്രകോൺ 90 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു വൃത്താംശത്തിന്റെ ഏരിയ കിട്ടും, അതേ ഇൻറ്റു 4 ചെയ്താൽ ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോഴും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? ഇങ്ങനെ 4 പൈ എന്ന് തന്നെ കിട്ടും. റെഡി? അപ്പോൾ 4 പൈ എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ വൃത്താംശങ്ങൾ മുറിച്ചെടുത്തു. റിമൈനിങ് പാർട്ടിന്റെ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ. അപ്പോൾ അവശേഷിക്കുന്ന ഭാഗം എന്താണ്? ഈ ഒരു ഭാഗമാണ് അവശേഷിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ റെക്റ്റാങ്കിളിൽ നിന്നും ഈ 4 ഭാഗങ്ങൾ പോയപ്പോഴാണ് ഈ ഒരു ഭാഗം കിട്ടിയത്. അപ്പോൾ ഈ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ എങ്ങനെ കാണും? റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ നിന്നും നമ്മുടെ ഈ വൃത്താംശങ്ങളുടെ ഏരിയ കുറച്ചാൽ മതി. റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താ? റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് ഇവിടെ 6ഉം 4ഉം ആണ് അല്ലേ. ഒരു സൈഡ് 6ഉം മറ്റേ സൈഡ് 4ഉം. അപ്പൊ അതിന്റെ ഏരിയ എന്ത് വരും? 6 ഇൻറ്റു 4 24 ആണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ. റെക്റ്റാങ്കിളിന്റെ ഏരിയ അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? ഈ 4 പൈ കുറയ്ക്കണം. അപ്പൊ 24 മൈനസ് 4 പൈ എന്ന് വരും. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 6 ഇൻറ്റു 4 24 സെന്റിമീറ്റർ സ്ക്വയർ. അതിൽ നിന്നും എന്ത് ചെയ്യണം? ഈ വൃത്താംശത്തിന്റെ ആകെ ഏരിയ കുറയ്ക്കണം. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 4 പൈ ആണ്. സോ ദെർഫോർ ദ റിക്വയർഡ് ഏരിയ, അടയാളപ്പെടുത്തിയ ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 24 മൈനസ് 4 പൈ, അത്രയും സെന്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെ വൃത്താംശങ്ങൾ വെട്ടിമാറ്റി, വൃത്തങ്ങൾ വെട്ടിമാറ്റി, അതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ എന്ത് ചെയ്യുക? വൃത്താംശങ്ങളുടെ പരപ്പളവ്, പിന്നെന്താണ് വൃത്തത്തിന്റെ പരപ്പളവ്,
പിന്നെന്താണ് വൃത്തത്തിന്റെ ചുറ്റളവ്. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്താണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും മീൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, മാധ്യം കാണാനുള്ള ഒരു ചോദ്യം നോക്കിയാലോ. ഇവിടെ നോക്കൂ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. The table below shows the daily wages of workers in a firm. ഇതിന്റെ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഡെയിലി വേജസ്. ഓക്കെ, ദിവസ വരുമാനമാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അവരുടെ മീൻ ഡെയിലി വേജ്, മാധ്യ ദിവസ വരുമാനം, മാധ്യം കാണണം, മാധ്യ ദിവസ വരുമാനം. അപ്പൊ ഈ ടേബിൾ നിങ്ങൾ നോക്കിയേ, ഈ ടേബിളിൽ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഈ ടേബിളിൽ എങ്ങനെയാണ് ഡാറ്റ കൊടുത്തിരിക്കുന്നത്? ക്ലാസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 450-നും 550-നും ഇടയിൽ 7 പേര്, 550-നും 650-നും ഇടയിലുള്ള 8 പേര്, അങ്ങനെ ക്ലാസ് ആയിട്ടാണ് ഇവിടെ വിവരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാധ്യം കാണാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആദ്യം ഈ ടേബിള് ഒരു തെറ്റും കൂടാതെ അങ്ങനെ തന്നെ പകർത്തി വരയ്ക്കുക. ഇവിടുത്തെ സംഖ്യകളൊന്നും മാറിപ്പോരുത്. അടുത്തത് എന്ത് വേണം? നമുക്ക് ഈ ക്ലാസിന്റെ മിഡ് വാല്യൂ കാണണം. ഓക്കെ, മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് കാണണം, വിഭാഗ മധ്യം കാണണം. ഓക്കെ, വിഭാഗ മധ്യം ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ്. മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ എടുത്തേ, 450 to 550, 450 to 550. ഇതിന്റെ മധ്യത്തിൽ വരുന്ന സംഖ്യ ഏതാണ്? ഇനി അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? 450-ഉം 550-ഉം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പൊ എത്ര വരും? 1000 വരും. 1000/2 500 എന്ന് കിട്ടി. അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയാം, 450-ന് 550-ന് കൃത്യ നടുവിൽ വരുന്ന സംഖ്യ 500 ആണെന്ന് നമുക്ക് എന്താണ് ലോജിക്കലി ആലോചിച്ചാലും കിട്ടും. അപ്പൊ 500 ആണ് വിഭാഗ മധ്യം. അപ്പോൾ ആദ്യത്തെ വിഭാഗത്തിന്റെ മധ്യം എന്താണ്? ആദ്യത്തെ വിഭാഗത്തിന്റെ മധ്യം 500. അപ്പൊ അടുത്ത വിഭാഗത്തിന്റെ മധ്യം എന്തായിരിക്കും? 550 to 650, അത് 600 ആയിരിക്കും. അപ്പൊ അടുത്തത് 700, then 800, 900, then 1000. അപ്പൊ വിഭാഗ മധ്യങ്ങൾ ഇങ്ങനെ കാണണം. ഓക്കെ, മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് കണ്ടുപിടിക്കണം. അടുത്തത് എന്ത് ചെയ്യണം എന്നറിയോ? ഈ വിഭാഗ മധ്യവും ഈ വർക്കേഴ്സിന്റെ എണ്ണവും കൂടെ ഗുണിക്കാം. 500 × 7, അപ്പൊ 3500. 600 × 8, 600 × 8 4800. 700 × 10 7000. 800 × 10 8000. 900 × 9 8100. 1000 × 6 6000. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. 500 × 7 എന്ന് പറയുമ്പോൾ 7 × 5 35, 3500. 600 × 8 എന്ന് പറയുമ്പോൾ 6 6 36 7 48, 4800. ദെൻ 7000, 8000, 8100 ആൻഡ് 6000. അപ്പൊ നമുക്കിതാ ഈ വിഭാഗ മധ്യങ്ങളും ഈ വർക്കേഴ്സിന്റെ എണ്ണവും കൂടെ നമ്മൾ ഗുണിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്കിവിടെ 2 സമ്മ് കാണേണ്ടതുണ്ട്. സോ ഇവിടെ സം എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? സമ്മല്ല, ടോട്ടൽ എന്ന് എഴുതാം. ഇവിടെ ടോട്ടൽ ആകെ എന്ന് എഴുതാം. എന്തിൻ്റെയൊക്കെ ആകെയാണ്, ടോട്ടലാണ് എടുക്കേണ്ടത്? വർക്കേഴ്സിന്റെ എണ്ണത്തിന്റെ ടോട്ടലും ഈ കോളത്തിന്റെ ടോട്ടലും ഈ കോളത്തിന്റെ ടോട്ടലും. ഓക്കെ, അപ്പൊ വർക്കേഴ്സിന്റെ എണ്ണത്തിന്റെ ടോട്ടൽ എന്ത് വരും? 8ഉം 7ഉം 8 7 15, 15ഉം 20ഉം 35, 35ഉം 9ഉം 44, 6ഉം 50. 50 വർക്കേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഇനി എന്ത് ചെയ്യാ? ഈ വരുമാനത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഓക്കെ, വരുമാനത്തിന്റെ ടോട്ടൽ ഇവിടെ നിന്ന് കിട്ടും. സപ്പോസ് ഇതിനെ നമ്മൾ ഇവിടെ എക്സ് എന്നങ്ങനെ ഡിനോട്ട് ചെയ്യാൻ നോക്കിയാൽ, ഈ സമ്മ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ വർക്കേഴ്സിന്റെ ആകെ തൊഴിലാളികളുടെ എണ്ണം 50 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. നിങ്ങളിത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ മാധ്യം എന്തായിരിക്കും? മാധ്യ വരുമാനം, മാധ്യ ദിവസ വരുമാനം, മീൻ ഡെയിലി വേജ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മൾ ഈ ഗുണിച്ച് കിട്ടിയതൊക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് എന്ന് കിട്ടി. എക്സിനെ തൊഴിലാളികളുടെ എണ്ണമായിട്ടുള്ള 50 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാധ്യം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ തന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ക്ലാസിന്റെയും മിഡ് വാല്യൂ കാണുക. ഓക്കെ, മിഡ് വാല്യൂ കാണാനായിട്ട് എളുപ്പവഴി പറഞ്ഞു. എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ മിഡ് വാല്യൂ കണ്ടാൽ മതി. ആദ്യത്തെ ക്ലാസിന്റെ മിഡ് വാല്യൂ കണ്ടാൽ പിന്നെ എളുപ്പമായി. ആദ്യത്തെ ക്ലാസിന്റെ മിഡ് വാല്യൂ 500 അല്ലേ? നോക്കാം,
ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് 450 നിന്നാണ് തുടങ്ങണേ. അപ്പൊ 450 500 ആവാൻ എത്ര ആഡ് ചെയ്യണം? 50 ആഡ് ചെയ്യണം. അപ്പൊ ഇനി ഓരോന്നിലും 50 ആഡ് ചെയ്ത് പോയാൽ മതി. 550ന്റെ കൂടെ 50 ആഡ് ചെയ്യുക 600, 650ന്റെ കൂടെ 50 ആഡ് ചെയ്യുക 700, 750ന്റെ കൂടെ 50 ആഡ് ചെയ്യുക 800, 850ന്റെ കൂടെ 50 ആഡ് ചെയ്യുക 900, 950ന്റെ കൂടെ 50 ആഡ് ചെയ്യുക 1000. ക്ലിയർ? ഇനി എന്ത് ചെയ്തു? ഈ മിഡ് വാല്യൂസും വർക്കേഴ്സിന്റെ എണ്ണവും കൂടെ ഗുണിക്കുന്നു, ആ കോളത്തിന്റെ ടോട്ടൽ എടുക്കുന്നു, ഈ കോളത്തിന്റെയും ടോട്ടൽ എടുക്കുന്നു, അവരെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? മാധ്യം കിട്ടുന്നു, മീൻ കിട്ടുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് മീൻ കാണാനായിട്ട്. അപ്പൊ ദാ നമുക്ക് ലാസ്റ്റ് ടേമിൽ 2 ചാപ്റ്റേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ കുറച്ച് ചാപ്റ്റേഴ്സും കൂടി നമുക്ക് ഇന്ന് വൈകുന്നേരം 7:30ക്കുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30ക്ക് എല്ലാവരും ഏകന്റെ ക്ലാസ് 9 ചാനലിലോട്ട് ഓടി വന്നോളൂ. അവിടെ നമുക്ക് ദാ തേർഡ് ടേമിൽ വളരെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ ലൈവിൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൃത്യസമയത്ത് നമ്മുടെ ചാനലിലോട്ട് ഓടി വരാം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം.